നമസ്കാരം. തെരഞ്ഞെടുപ്പ് പൂരം ഇങ്ങനെ കൊട്ടിക്കയറുകയാണ്. മുന്നണികൾക്കായി കൊമ്പന്മാരെല്ലാം അണിനിരന്നു കഴിഞ്ഞു. പതികാലത്തിൽ ചാരി തുടങ്ങിയ പ്രചാരണമേളം തുമ്പിക്കൈ വണ്ണത്തിൽ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ കുടമാറ്റം നടത്തുകയാണ്. പ്രചാരണത്തിന്റെ കൂട്ടപ്പൊരിച്ചിലിന് ഇനി അധികം ദൂരമില്ലതാനും. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി അങ്കത്തട്ട് ആരംഭിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം നോക്കാം വോട്ട് ചിത്രം. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. BJPക്കെതിരെ ആശയ പോരാട്ടം നടത്തുന്നു എന്ന് പറയുന്ന പിണറായി വിജയൻ 24 മണിക്കൂറും തന്നെ ആക്രമിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി. പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോലും ED തയ്യാറാകുന്നില്ലെന്നും രാഹുൽ കണ്ണൂരിൽ ആരോപിച്ചു. കേന്ദ്ര സർക്കാരിനും സംഘപരിവാറിനുമെതിരെ വിമർശനമുന്നയിക്കുന്നവരെ ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ആക്രമിക്കുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശൈലി. എന്നാൽ BJPക്കെതിരെ ആശയപരമായി പോരാട്ടം നടത്തുന്നു എന്ന് പറയുമ്പോഴും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോലും കേന്ദ്ര ഏജൻസികൾ തയ്യാറാകുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. Why is none of this happening to the Chief Minister of Kerala? Why is his membership not being taken away? Why is his house not being taken away? Why is he not being interrogated by the ED, CBI and all these? Two chief ministers are in jail. How come none of this is happening to the Chief Minister of Kerala? BJP നേതൃത്വത്തെ എങ്ങനെ അസ്വസ്ഥരാക്കാം എന്നതാണ് താൻ ഓരോ ദിവസവും ആലോചിക്കുന്നത്. BJP മാധ്യമങ്ങളെ വിലക്കെടുത്ത് തന്നെ വേട്ടയാടുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. I fight the BJP and the RSS. No matter what they do, I fight them every day. I have an ideological difference with them. I get up in the morning and I think to myself, okay, how am I going to disturb them today? And when I walk in Parliament House, all the BJP MPs look at me and say, this man disturbs us 24 hours. There is a cost to this. Their media channels abuse me 24 hours. My image is distorted across the country. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായി 10,000-കണക്കിന് പ്രവർത്തകരാണ് പൊതുസമ്മേളനത്തിൽ പങ്കാളികളായത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K. സുധാകരൻ, കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ, വടകര മണ്ഡലം സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എന്നിവർക്കായി രാഹുൽ ഗാന്ധി വോട്ടഭ്യർത്ഥിച്ചു. 3 മണ്ഡലങ്ങളിലെയും UDFന്റെ പ്രമുഖ നേതാക്കൾ സമ്മേളനത്തിൽ സന്നിഹിതരായി. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. തലസ്ഥാനത്തെത്തിയ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് വൻ സ്വീകരണമൊരുക്കി പ്രവർത്തകർ. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിനൊപ്പം റോഡ് ഷോയിലും രേവന്ത് റെഡ്ഡി പങ്കെടുത്തു. തുമ്പ മുതൽ അഞ്ചുതെങ്ങ് വരെ ഉണ്ടായിരുന്ന അടൂർ പ്രകാശിന്റെ റോഡ് ഷോയിലാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പങ്കെടുത്തത്. പൂക്കൾ വിതറിയാണ് രേവന്ത് റെഡ്ഡിയെ പ്രവർത്തകർ സ്വീകരിച്ചത്. കായലും കടലും കണ്ടുകൊണ്ടുള്ള തീരദേശ റോഡ് ഷോയിലുടനീളം പ്രവർത്തകർ വിവിധയിടങ്ങളിൽ രേവന്ത് റെഡ്ഡിക്കും സ്ഥാനാർത്ഥി അടൂർ പ്രകാശിനും സ്വീകരണമൊരുക്കിയിരുന്നു. രേവന്ത് റെഡ്ഡിയുടെ വരവ് പ്രവർത്തകരെയും സ്ഥാനാർത്ഥിയെയും ഒരുപോലെ ആവേശത്തിരയിലാഴ്ത്തി. ഈ മതേതര മണ്ണിൽ നിന്ന് തുണിതൊഴുകാൻ, മതേതര മണ്ണിൽ കരുത്തു പകരാൻ ആറ്റിങ്ങലിന്റെ ജനനായകത ഈ വാഹനത്തിന്റെ തൊട്ടുപിറകെ. വരും ദിവസങ്ങളിൽ 3 മുന്നണികളിൽ നിന്നും കൂടുതൽ നേതാക്കൾ പ്രചാരണ പരിപാടികൾക്ക് ആവേശം പകരാനെത്തും. തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ ദേശീയ നേതാക്കളെ രംഗത്തിറക്കിയുള്ള പ്രചാരണം തന്നെയാണ് മുന്നണികൾ ലക്ഷ്യം വെക്കുന്നത്. അവരോടൊപ്പം ദേശീയ വിഷയങ്ങളെയും പ്രചരണായുധമാക്കി മാറ്റുകയാണ് സ്ഥാനാർത്ഥികൾ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയ സംഭവത്തിൽ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലായി 4 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കലാപാഹ്വാനം, വ്യാജ പ്രചാരണം നടത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. സോഷ്യൽ മീഡിയയിലൂടെ വടകര LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലായി 4 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. 10 ദിവസങ്ങൾക്ക് മുന്നേ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശി ഗൾഫ് മലയാളിയായ മിൻഹാജിനെതിരെ മട്ടന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു.
കലാപാഹ്വാനം, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തൽ എന്നീ വകുപ്പുകളാണ് ചേർത്തത്. മുഖ്യമന്ത്രിയുടെയും കെ ശൈലജയുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിനാണ് കേസ്. മട്ടന്നൂരിന് പുറമെ മിൻഹാജിനെതിരെ വടകര സ്റ്റേഷനിലും കേസെടുത്തിട്ടുണ്ട്. KM പാലോളി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് മിൻഹാജ് ഫോട്ടോ പ്രചരിപ്പിച്ചത്. വ്യാജ പ്രചരണം നടത്തിയ സംഭവത്തിൽ പേരാമ്പ്ര സ്വദേശി സൽമാൻ വാളൂരിനെതിരെ പേരാമ്പ്ര പോലീസും കേസെടുത്തു. മങ്ങാട് സ്നേഹതീരം എന്ന വാട്സപ്പ് ഗ്രൂപ്പ് വഴി വ്യാജ പ്രചരണം നടത്തിയ സംഭവത്തിൽ ന്യൂമാഹി സ്വദേശി അസ്ലമിനെതിരെയും കേസെടുത്തിരുന്നു. പ്രതികൾ സജീവ ലീഗ് പ്രവർത്തകരും ലീഗ് അനുഭാവികളുമാണ്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം തെരഞ്ഞെടുപ്പിൽ ശൈലജ വിജയിച്ചു എന്നതിന്റെ തെളിവെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. വ്യക്തി അധിക്ഷേപം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും യെച്ചൂരി കോഴിക്കോട് പറഞ്ഞു. The sort of a campaign that is being conducted against the LDF and particularly the CPIM. I was at Vadagara yesterday and I saw the sort of that very obscene, virulent social media campaign that was conducted against Comrade Shailaja. And my only comment was, when the media was asking me, my comment was, this is the confirmation that Shailaja has won the election. I mean, that is why out of sheer desperation they are resorting to this sort of campaigns. Now, but that the level of campaigning which we think should be, a decorum should be maintained by all means. By all means, attack us politically, attack us on policies, etc. But don't demean the election campaign into this personal and this sort of personal attacks and this sort of a degeneration. KK ശൈലജയ്ക്കെതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപം രാഷ്ട്രീയ സംസ്കാരത്തിന് യോജിച്ചതല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യാതൊരു മടിയുമില്ലാതെ അധിക്ഷേപം നടത്തുന്ന അണികളെ നിയന്ത്രിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. എങ്ങനെയാണ് ഇത്ര ഹീനമായ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പ്രചരണം നടത്താൻ കഴിയുന്നത്? നമ്മുടെ പൊതുവായ സാംസ്കാരിക രീതിയല്ലേ അത് വെല്ലുവിളിക്കുന്നത്? നമ്മൾ ഏത് കാര്യത്തിലും കാണിക്കേണ്ട സംസ്കാരമില്ലേ? ആ സംസ്കാരത്തിന് ചേരാത്ത രീതിയല്ലേ ഇതിനകത്തുണ്ടായിട്ടുള്ളത്? അത്തരം ആളുകളെ തള്ളിപ്പറയാനും ആ ചെയ്തികളെ തള്ളിപ്പറയാനും ആ രീതികളെ തള്ളിപ്പറയാനും എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് മടി? അതല്ലേ അവരുടെ ഭാഗത്തുണ്ടാകേണ്ടത്? KK ശൈലജയ്ക്കെതിരായ വ്യക്തി അധിക്ഷേപം അങ്ങേയറ്റം മ്ലേച്ഛമായതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഈ അപവാദ പ്രചരണം കോൺഗ്രസിലെയും ലീഗിലെയും സ്ത്രീകൾ പോലും അംഗീകരിക്കുന്നില്ല. കോൺഗ്രസിന്റെ നെറികെട്ട കളിക്ക് ജനങ്ങൾ മാപ്പ് നൽകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം P ജയരാജന്റെ വെണ്ണപ്പാളി പരാമർശത്തിൽ ലൈംഗിക അധിക്ഷേപമില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മോദി രാഷ്ട്രീയത്തിൻ്റെ ഇവിടുത്തെ ബന്ധുക്കളായി മാറാനുള്ള അധപ്പതനം നേടിയ കോൺഗ്രസ്സുകാർ ഇവിടെ അപവാദ പ്രചരണത്തിൻ്റെ മാർഗമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപവാദ പ്രചാരണം അതിൻ്റെ ഭാഗമായിട്ടാണ് പൊതു ക്യാമ്പയിനുകളിൽ, പൊതു രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിയും ഒരു മുന്നണിയും ഒരിക്കലും ചെയ്തുകൂടാത്ത തരത്തിലുള്ള അങ്ങേയറ്റം മ്ലേച്ഛമായ ശൈലിയുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. വടകരയിൽ അവർ കാണിച്ചത് പൊറുക്കാനാകാത്ത തെറ്റാണ്. അവിടെയാണ് ഈ നെറികെട്ട കളി കോൺഗ്രസ് കളിച്ചത്. അതിന് ജനങ്ങൾ മാപ്പ് കൊടുക്കില്ല, സ്ത്രീകൾ മാപ്പ് കൊടുക്കില്ല. കോൺഗ്രസിലെയും ലീഗിലെയും സ്ത്രീകൾ അതിനകത്ത് ഒട്ടും പ്രകലായിരിക്കുകയില്ല. അല്ല, വെണ്ണപ്പാട് എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിമിനലുകളല്ലേ? ഞാൻ മനസ്സിലാക്കിയ അർത്ഥം പറയാം. ഞാൻ മനസ്സിലാക്കിയത് സമൂഹത്തിലെ മേലേക്കിടയിൽപ്പെട്ട ചില സ്ത്രീകൾ. ഞാനതിൽ ലൈംഗികത ഒന്നും കണ്ടില്ല. LDF നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഷാഫി പറമ്പിൽ. അറിയാത്തതോ ചെയ്യാത്തതോ ആയ കാര്യങ്ങളാണ് തന്റെ പേരിൽ ആരോപിക്കുന്നത്. ഇല്ലാ കഥകൾ പറഞ്ഞ് ജയിക്കാൻ ആഗ്രഹമില്ലെന്നും ഷാഫി പറമ്പിൽ പറയുന്നു. എന്റെ മനസ്സും വാക്കും അറിയാത്ത കാര്യങ്ങൾക്കെതിരെ എന്നെ നിരന്തരം ഇപ്പതാ കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യം, ഇവരുടെ ലോജിക്ക് വെച്ച് നോക്കിയിട്ടാണെങ്കിൽ ഞാനാണോ മുദ്രാവാക്യം വിളിച്ചത്? ഞാനാണോ മുദ്രാവാക്യം വിളിപ്പിച്ചത്? പക്ഷെ എന്റെ ഫോട്ടോയും പേരും വെച്ചിട്ടല്ലേ മുഴുവൻ ഇടത്തും പ്രചരണം നടത്തിയത്. ആ പ്രകടനത്തിൽ മുഴുവൻ എനിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളല്ലേ വിളിപ്പിച്ചത്. അപ്പൊ അതൊന്നും വ്യക്തിഹത്യയല്ലേ? അതൊക്കെ രാഷ്ട്രീയ മര്യാദയാണോ? ഞാൻ അതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളോടും, CPMന്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിക്കണം, എവിടെയാണ് മോശപ്പെട്ട ഒരു വാക്ക് ഉപയോഗിക്കുന്നവനായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ AICC മാധ്യമ വിഭാഗം വക്താവ് ഷമാ മുഹമ്മദിനെതിരെ കേസെടുത്തു.
കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് IPC 153 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത്. തനിക്കെതിരെ കേസെടുത്ത് പിണറായി വിജയൻ BJPയെ സഹായിക്കുകയാണെന്ന് ഷമാ മുഹമ്മദ് പ്രതികരിച്ചു. ചിലപ്പം നമുക്ക് പറയാൻ പറ്റില്ല, പള്ളി മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യാനി പള്ളിയായാലും അതുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവില്ല. നമുക്കറിയാം ഇപ്പം എന്തെല്ലാം നടക്കുന്നത് ഉത്തരഭാരതത്തിൽ ഗ്യാൻ ബാപ്പിയുടെ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പം ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഇക്കഴിഞ്ഞ ഏപ്രിൽ 7-ന് കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഷമാ മുഹമ്മദ് നടത്തിയ ഈ പ്രസംഗമാണ് കേസിലേക്ക് നയിച്ചത്. തിരുവനന്തപുരം സ്വദേശി അരുൺജിത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. ഷമ വിദ്വേഷ പ്രസംഗം നടത്തുകയും അത് സമൂഹമാധ്യമ അക്കൗണ്ടുകളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതിക്കാരൻ വ്യക്തമാക്കുന്നത്. ഈ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവി മുഖേന സംഭവം നടന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. BJP അധികാരത്തിൽ വന്നാൽ മുസ്ലിം ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടാകുമോ എന്ന് പറയാനാവില്ല എന്നായിരുന്നു ഷമ പ്രസംഗത്തിൽ പറഞ്ഞത്. ഇത് മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നു എന്നാണ് പരാതിക്കാരൻ പറയുന്നത്. അതേസമയം കേസെടുത്ത നടപടിയെ വിമർശിച്ച് ഷമാ മുഹമ്മദ് രംഗത്തെത്തി. സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി ഏതു പാർട്ടിക്കാരനാണെന്ന് ഷമ ചോദിച്ചു. കേസെടുത്ത് തന്നെ വേട്ടയാടാനാണ് നീക്കമെന്നും അവർ പറഞ്ഞു. സംഭവത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. കാസർകോട്ടെ മോക്ക് പോളിൽ BJPക്ക് അധിക വോട്ട് പോയെന്ന പരാതിയിൽ ഇടപെട്ട് സുപ്രീം കോടതി. സംഭവത്തിൽ അന്വേഷണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നിർദ്ദേശം നൽകി. അതേസമയം വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ വരണാധികാരി റിപ്പോർട്ട് നൽകി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊപ്പം VVPAT പേപ്പർ സ്ലിപ്പുകൾ കൂടി എണ്ണണമെന്ന ഹർജിയിൽ വാദം കേൾക്കുകയായിരുന്നു സുപ്രീം കോടതി. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഇതിനിടെയാണ് കാസർകോട്ടെ മോക്പോളിൽ BJPയുടെ ചിഹ്നത്തിൽ അമർത്താതെ തന്നെ BJPക്ക് വോട്ട് പോയെന്ന പരാതി മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഗുരുതരമായ വിഷയമാണിതെന്ന് കോടതി നിരീക്ഷിച്ചു. കാസർകോട്ട് എന്താണ് സംഭവിച്ചതെന്ന് വിശദമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകനോട് കോടതി നിർദ്ദേശിച്ചു. വോട്ടിംഗ് സുതാര്യമായി നടക്കുന്നതിന് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചതെന്ന് സംബന്ധിച്ച വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശം നൽകി. കാസർകോട് ബുധനാഴ്ച നടന്ന മോക്പോളിലാണ് BJPക്ക് അധികമായി വോട്ട് ലഭിച്ചത്. 4 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ മോക്പോൾ നടത്തിയപ്പോൾ ഓരോ വോട്ടുകൾ BJPക്ക് അധികമായി പോയെന്നാണ് പരാതി. തുടർന്ന് കാസർകോട്ടെ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ, സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരുടെ ഏജന്റുമാർ വരണാധികാരിയായ ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. കാസർഗോഡ് നടത്തിയ മോക്ക് പോളിൽ ഒരു സ്ഥാനാർത്ഥിക്ക് അധിക വോട്ട് ലഭിച്ചു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. പരാതി ഉയർന്നതിനെ തുടർന്ന് ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടറിൽ നിന്ന് റിപ്പോർട്ട് തേടിയിരുന്നു. മോക്ക് പോളിനിടെ അധികമായി VVPAT സ്ലിപ്പ് പുറത്തു വന്നതാണ് ആശയക്കുഴപ്പത്തിനിടയാക്കിയത്. മുഴുവൻ വോട്ടിംഗ് യന്ത്രങ്ങളും കുറ്റമറ്റതാണെന്നും യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ ആശങ്ക വേണ്ടെന്ന് കാസർഗോഡ് കളക്ടർ K. ഇമ്പശേഖർ. ആരോപണം ഉന്നയിച്ച ഏജന്റുമാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നും കളക്ടർ വ്യക്തമാക്കി. ഈ കാൻഡിഡേറ്റ്സ് ഏജന്റുമാരെ നമ്മൾ അപ്പം തന്നെ ബോധ്യപ്പെടുത്തി ഇത് ഏതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അവർ ആ ഒരു VVPAT കൊണ്ടുപോയി 1000 വോട്ട് ഇട്ടു. ഏത് VVPATലാണോ അവർക്ക് സംശയം ഉണ്ടായിരുന്നോ ആ VVPAT എടുത്ത് കൊണ്ടുപോയി മാർക്ക് പോൾ ചെയ്ത് 1000 വോട്ടുകൾ ഇട്ടു. 1000 വോട്ടുകൾ ഇട്ടിട്ട് അവർ എല്ലാം കൗണ്ട് ചെയ്തു കൺവിൻസിങ് ആയിട്ട് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ബോധ്യപ്പെട്ട ശേഷമാണ് നമ്മൾ ഈ കമ്മീഷനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ അതിൽ ഒരു സംശയമേ വേണ്ട. ഈ പ്രോസസ്സ് നമ്മൾ വളരെ ഇതെല്ലാം CCTV ക്യാമറയിൽ റെക്കോർഡിംഗ് ഉണ്ട്. പോളിംഗ് ദിവസവും ഞാൻ പറഞ്ഞ മാതിരി ഒരു മാർക്ക് പോൾ 50 ഇടുന്നുണ്ട്. അപ്പോൾ ഈ വിശ്വസതയെ പറ്റി ഒരു പ്രശ്നവും ഒരു ആശങ്കയും വേണ്ട. നമ്മൾ 100% കൺവിൻസ്ഡ് ആണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടിംഗ് മെഷീനിൽ UDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ചെറുതാക്കിയും മങ്ങിയ നിലയിലും അച്ചടിച്ചതായി പരാതി. UDF നേതാക്കളുടെ പരാതിയെ തുടർന്ന് ഈ മാസം 21 വരെ മെഷീനിലെ ബാലറ്റ് സെറ്റിംഗ് നിർത്തിവെച്ചു. സംഭവത്തിന് പിന്നിൽ BJP LDF ഗൂഢാലോചനയെന്ന് UDF ആരോപിച്ചു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ 85 വയസ്സ് കഴിഞ്ഞവരും വൈകല്യങ്ങളുള്ളവരും വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് വോട്ടിംഗ് മെഷീനിലെ പിഴവ് ശ്രദ്ധയിൽപ്പെട്ടത്. മെഷീനിൽ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ ചിഹ്നം BJPയുടെയും LDFന്റെയും സ്ഥാനാർത്ഥികളുടെ ചിഹ്നത്തെക്കാൾ ചെറുതായും മങ്ങിയ നിലയിലുമാണുള്ളത്. തുടർന്ന് UDF നേതാക്കളെത്തി പ്രതിഷേധിക്കുകയും ജില്ലാ കളക്ടർ N. ദേവിദാസിനെ പരാതി അറിയിക്കുകയും ചെയ്തു. സംഭവത്തിനു പിന്നിൽ BJP LDF അന്തർധാരയാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു.
കാരണം 2 സ്ഥാനാർത്ഥികളുടെ ചിഹ്നം വളരെ ബോൾഡായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന നിലയിലാണ് ഈ VVPAT മെഷീനിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ BJPയുടെ ആണ് ആദ്യത്തെ ചിഹ്നം, അതുപോലെ LDFിൻ്റെ ചിഹ്നവും ആ രീതിയിലാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം UDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ NK പ്രേമചന്ദ്രൻ്റെ ചിഹ്നം ശ്രദ്ധിക്കാത്ത നിലയിലും വളരെ ഡിമ്മായിട്ടുള്ള നിലയിലും വളരെ വ്യാപകമായ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് BJPയും CPMും തമ്മിലുള്ള ഒരു അന്തർധാര ഇതിൽ നിന്ന് തന്നെ പ്രകടമാണ്. ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ N ദേവിദാസും തിരഞ്ഞെടുപ്പ് നിരീക്ഷകനും UDF നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരമായി. UDFിന്റെ ഒരു പ്രതിനിധിയും പ്രിന്റിംഗ് ചുമതലയുള്ള ഓഫീസറുമായി തിരുവനന്തപുരത്തെ പ്രിന്റിംഗ് പ്രസ്സിലെത്തി പുതിയ മെഷീൻ അച്ചടിക്കുവാനും തീരുമാനമായി. ഈ മാസം 21 വരെ മെഷീനിലെ ബാലറ്റ് സെറ്റിംഗും നിർത്തിവെച്ചു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. സംസ്ഥാനത്ത് ചില മാധ്യമങ്ങൾ ഇപ്പോൾ നടത്തുന്നത് പെയ്ഡ് സർവേകളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നേരത്തെ പുറത്തു വന്ന സർവേകളെല്ലാം തെറ്റിയത് നമ്മൾ കണ്ടതല്ലേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. സർവേ എന്ന് പറയുന്നത് ഇപ്പോൾ മാത്രമല്ല, കുറച്ച് കാലമായിട്ട് പ്രത്യേക രീതിയിൽ വരാറുണ്ടല്ലോ. അതൊരു പുതിയ കാര്യമല്ല. സാധാരണ പെയ്ഡ് ന്യൂസ് എന്ന് നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാറില്ല. ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില സർവേകളും പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. BJP അനുകൂല നിലപാടുമായി ആലപ്പുഴ ലത്തീൻ രൂപത വക്താവ്. വരാപ്പുഴ രൂപതയുടെ മുഖപത്രമായ ജീവദീപ്തിയിലെ ലേഖനത്തിലാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. BJP സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഫാദർ സേവ്യർ കുടിയാംശ്ശേരി ലേഖനം എഴുതിയിരിക്കുന്നത്. മോദിക്ക് വിദേശത്തുള്ള സ്വീകാര്യത ചെറുതല്ല. മോദി സർക്കാരിൽ അഴിമതി ഇല്ലെന്ന് വേണം കരുതാൻ. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയെന്നും ഫാദർ സേവ്യർ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. BJPയെ ഇനിയും പുറത്തു നിർത്തിയാൽ നാളെ അവർ നമ്മെ പുറത്തു നിർത്തും. അതിലും നല്ലത് നമുക്ക് BJPക്ക് അകത്ത് കടക്കുകയല്ലേ എന്നും ലേഖനം ചോദിക്കുന്നു. ഹിന്ദുരാഷ്ട്ര നിർമ്മിതി എന്ന ഹിഡൻ അജണ്ട അവർക്കുണ്ട്. എന്നാൽ നമ്മളൊക്കെ ആ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ അത്തരം മോഹങ്ങൾ BJPക്ക് ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് ഫാദർ സേവ്യർ കുടിയാംശ്ശേരി അഭിപ്രായപ്പെടുന്നത്. LDFും UDFും വർഗീയ പ്രീണനം തുടരുന്നുവെന്നും ലേഖനം വിമർശിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടെന്ന് ലത്തീൻ കത്തോലിക്ക സഭ. രാജ്യത്തെ മതേതര സ്വഭാവം അപകടകരമായ വിധം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇതിൽ സർക്കാർ മൗനം പാലിക്കുകയാണെന്നും സഭ വ്യക്തമാക്കുന്നു. ലത്തീൻ കത്തോലിക്കരുടെ പൊതുനയ രൂപീകരണ ഏകോപന സംവിധാനമായ KRLCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയാണ് സഭയുടെ നിലപാട് വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആവശ്യമായ സാമഗ്രികൾ വിൽക്കുന്ന കൊല്ലത്തെ കൊടിക്കടയിലെ തിരക്കും ചൂടുപിടിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായുള്ള എന്തും കൊല്ലം ചിന്നക്കടയിലുള്ള ഈ കൊടിക്കടയിൽ ലഭ്യമാകും. വോട്ടിംഗ് മെഷീനിൽ വിരലമർത്താൻ ജനങ്ങൾ തയ്യാറെടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് അറിയിച്ച കൊടികളും പ്രചാരണ സാമഗ്രികളും കൊണ്ട് മണ്ഡലം നിറയ്ക്കുന്നതും പതിവാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണ വസ്തുക്കൾ തേടുന്നവരുടെ പ്രിയപ്പെട്ട ഇടം ചിന്നക്കടയിലുള്ള കൊടിക്കടയാണ്. 1984 തെരഞ്ഞെടുപ്പ് കാലം മുതൽ കൊല്ലത്തെയും സമീപ ജില്ലകളിലെയും രാഷ്ട്രീയ പാർട്ടികൾ ആശ്രയിക്കുന്ന സ്ഥാപനമാണിത്. കാലം മാറിയതോടെ ഓൺലൈൻ പ്രചാരണം 1ാം സ്ഥാനം പിടിച്ചെടുക്കെങ്കിലും കൊടികളുടെയും മറ്റു പ്രചാരണ വസ്തുക്കളുടെയും പ്രൗഢി ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ സ്ഥാനാർത്ഥികളുടെ കൂട്ടപ്പാച്ചിലിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ആവേശം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൊടിക്കച്ചവടത്തിൽ കാണാറില്ലെന്ന് ഉടമയായ സുൽഫീഖർ പറയുന്നു. ഏറ്റവും കൂടുതൽ പോകുന്ന കൊടിയാണ് കൂടുതൽ പോകുന്നത്. പ്രാവശ്യം പാർലമെന്റ് ഇലക്ഷന് കുറവാണ് സെയിൽ. പഞ്ചായത്ത് ഇലക്ഷൻ പോലെ നടക്കത്തില്ല. പഞ്ചായത്ത് ഇലക്ഷനാണ് ഒരു 30 സ്ഥാനാർത്ഥി കാണും. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും വാങ്ങിക്കും. സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വെച്ച് തന്നെ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊടി, തൊപ്പി, ബലൂണ് എല്ലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. LED ലൈറ്റുകൾ ഘടിപ്പിച്ച ചിഹ്നങ്ങൾ, പാർട്ടി തൊപ്പികൾ, മാലകൾ എന്നിവയാണ് കൂടുതലായി ഇപ്പോൾ വിറ്റുപോകുന്നത്. കടുത്ത വേനലും പാർട്ടികളുടെ ചെലവ് ചുരുക്കലും കച്ചവടത്തെ ആദ്യം ചെറുതായി ബാധിച്ചെങ്കിലും പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ കച്ചവടവും ചൂടുപിടിച്ചിരിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ തടയാനായി മിത്ത് വേഴ്സസ് റിയാലിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത്തരത്തിലുള്ള വെബ്സൈറ്റ് ഒരുക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സുതാര്യത, കൃത്യത
ഉത്തരവാദിത്തോടെയുള്ള ആശയവിനിമയം എന്നിവ ഉറപ്പാക്കുകയാണ് കമ്മീഷന്റെ ലക്ഷ്യം. വ്യാജ സന്ദേശങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാൻ വെബ്സൈറ്റ് പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഏറെ സഹായകരമാവും. വെബ്സൈറ്റ് സന്ദർശിച്ചാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലവിൽ രാജ്യത്ത് പ്രചരിക്കുന്ന വ്യാജ വാർത്തകളുടെയും തെറ്റായ പ്രചരണങ്ങളുടെയും വാസ്തവം മനസ്സിലാക്കാനാവും. വസ്തുതകൾ പരിശോധിക്കാൻ ആധാരമാക്കിയ റഫറൻസ് രേഖകളും വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ അതത് സംസ്ഥാനങ്ങളിലെ വിവിധ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളും സന്ദേശങ്ങളും കണ്ടെത്തി ഫാക്ട് ചെക്ക് നടത്തി മറുപടികൾ തയ്യാറാക്കി അതത് ദിവസം ഗൂഗിൾ ഫോം വഴി അപ്ഡേറ്റ് ചെയ്താണ് വെബ്സൈറ്റിൽ വിവരങ്ങൾ ലഭ്യമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. മറ്റു വിശേഷങ്ങളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇനി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ വിശേഷങ്ങളുമായി ഇതാ ഈ വാഹനത്തിന് പിന്നാലെ. തൃശൂർ പൂരവും തെരഞ്ഞെടുപ്പും ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന് തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. പൂരത്തിൽ പങ്കെടുക്കുന്നതിന് പ്രചാരണം ക്രമീകരിക്കുമെന്നും സുനിൽകുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന് അതിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ. അപ്പോൾ ഇലക്ഷൻ മുമ്പും വന്നിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്തൊക്കെ മിക്കവാറും ഇലക്ഷൻ വരുമ്പോഴൊക്കെ തൃശ്ശൂർ പൂരമുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകും. അപ്പോൾ തൃശ്ശൂർക്കാർക്ക് ഇതൊക്കെ പരിചയമാണ്. തൃശ്ശൂർ പൂരം ഇലക്ഷനൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ പോകും. ഞങ്ങൾ തൃശ്ശൂർ പൂരം വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ പരിപാടികളൊക്കെ പൂരത്തിൻ്റെ ഭാഗമായി ക്രമീകരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പൂരത്തിന് തടസ്സമില്ലാതെ, പൂരത്തിൻ്റെ ആഘോഷങ്ങൾ തടസ്സമില്ലാതെ നമ്മുടെ പ്രവർത്തകർക്കും പൂരത്തിൽ പങ്കെടുക്കാൻ പറ്റും. ആ സമയത്ത് നമ്മുടെ ഇലക്ഷൻ വർക്ക് നടക്കാവുന്ന രീതിയിൽ നമ്മുടെ പരിപാടി പ്ലാൻ ചെയ്യും. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇന്നലെ സാമ്പിൾ വെടിക്കെട്ടായിരുന്നു. ഞങ്ങൾ വൈകിട്ട് എല്ലാവരും ഇവിടെ പതിവ് പോലെ സാമ്പിൾ വെടിക്കെട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒന്ന് തെക്കേ ഗോപുരം നട തുറക്കും. ഇത്തവണ തെക്കേ ഗോപുരം തുറക്കുമ്പോൾ ഉണ്ടാവാൻ പറ്റില്ല, കാരണം ആ സമയത്ത് ഞാൻ പരിപാടിയിലായിരിക്കും. പക്ഷേ നാളത്തെ പരിപാടികളൊക്കെ രാവിലെ തൊട്ടുള്ള നമ്മുടെ പതിവ് പരിപാടികളൊന്നും മുടക്കുണ്ടാവില്ല. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയിൽ ഇലക്ഷൻ വർക്ക് നടക്കും. ഇലക്ഷൻ വർക്കിൻ്റെ ഇടയിൽ തൃശ്ശൂർ പൂരം നടക്കും. ഇലക്ഷനിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ജയിക്കും ഉഷാറായിട്ടാണ്. പിന്നെ ഇലക്ഷൻ നല്ല ഇടതുപക്ഷത്തിനോട് നല്ല അനുകൂലമായ തരംഗം ഇവിടെയുണ്ട്. തൃശ്ശൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ ഈ സീറ്റ് തിരിച്ചു പിടിക്കും. അതിനുള്ള എല്ലാ ജോലികളും വർക്കും, അതായത് ജനങ്ങൾക്കിടയിലുള്ള ക്യാമ്പയിൻ നന്നായി നടക്കുന്നുണ്ട്. ആർക്കും ആശങ്ക വേണ്ട. ആശങ്കപ്പെടുന്നവരുണ്ടോ? അല്ല, ആശങ്കയുള്ളതുകൊണ്ടാണല്ലോ ചോദിച്ചത്. അങ്കത്തട്ടിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.